ഹലോ അഫീസ്നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതായാലും ലോക്ക്ഡൗണൊക്കെ സംബന്ധിച്ച് നമ്മൾ വീട്ടിലിരിക്കല്ലേ, അപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടൂടെ? ഏതായാലും നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കണം, വെറുതെ അല്ല, എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവും. എന്നാലും ഇപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കാം. കാര്യം ഇപ്പോൾ പുറത്ത് അങ്ങനെ പോകാനൊന്നും പറ്റൂലെങ്കിലും വളരെ അത്യാവശ്യമായിട്ട് പോവേണ്ടി വന്നാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മാസ്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മാസ്ക് പുറമേ നിന്ന് വാങ്ങിക്കാനൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ അത് ഒരുപാട് വാങ്ങി വെക്കൽ അത്ര സാധ്യമല്ല. എന്ന് വെച്ചാൽ അത് കുറേ ടൈമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചിലവിൽ നമുക്ക് വീട്ടിൽ തുന്നിയുണ്ടാക്കാം മാസ്ക്. അപ്പോൾ 2 തരം മാസ്ക് സ്റ്റിച്ച് ചെയ്യണ മെത്തേഡ് ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടുനോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് തുണിയാണ്. ഇതൊരു കോട്ടൻ്റെ തുണിയാണ്. വേറെ ലൈറ്റ് കളേഴ്സൊന്നും കിട്ടാതെ കാരണം വൈറ്റ് തന്നെ വാങ്ങിയതാണ്. പിന്നെ വേണ്ടതാണ് ഈ ചെറിയ ടൈപ്പ് എലാസ്റ്റിക്, പിന്നെ മെഷറിംഗ് സ്കെയിൽ, മാർക്കർ, പിന്നെ വേണ്ടത് സിസേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡൾട്ട്സിനുള്ളൊരു സൈസ് നോക്കാം. നീളം 9 ഇഞ്ചും വീതി 8 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു വര വരയ്ക്കുക. എന്നിട്ട് ആ വരയിൽ നിന്ന് 2 ഇഞ്ച് വെച്ചിട്ട് ഒരു 3 അടയാളങ്ങൾ ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് ആദ്യം വരച്ചിട്ട് അവിടെ നിന്ന് 2 ഇഞ്ച് വെച്ച് അടയാളം ഇട്ട് കൊടുക്കുക. അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ മാസ്കിന് പ്ലീറ്റ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 8 ഇഞ്ച് വീതിയും 9 ഇഞ്ച് നീളവും എടുത്തിട്ട് ഒരു ഭാഗത്തുനിന്ന് നീളത്തിൽ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 3 തവണ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ പ്ലീറ്റ്സൊക്കെ നന്നായിട്ട് സ്റ്റേണായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മടക്കി നോക്കിയതിന് ശേഷം, നമ്മൾ എടുത്ത അളവുണ്ടല്ലോ, മടക്കി നോക്കിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതവിടെ സ്റ്റിഫായിട്ട് ഇരുന്നോളൂ. ഈ 8 ഇഞ്ച് വീതി 9 ഇഞ്ച് നീളം എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് 7 ഇഞ്ചും 8 ഇഞ്ചും ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടിയും സൈസ് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ നോക്കിയേ, ഇത് കണ്ടോ, അയൺ ചെയ്തപ്പോൾ ആ പ്ലീറ്റ്സൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്കുള്ള മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് വെട്ടി വെക്കാം. കുട്ടികളുടെ ലെങ്ത്ത് ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ, കുട്ടികൾക്കുള്ളൊരു അളവ്. കാരണം നമ്മൾ വലിയൊരു വെക്കണം എന്തായാലും അവർക്ക് പാകാവില്ല. അവർക്ക് 6 ഇഞ്ചും 7 ഇഞ്ചും വീതി നീളം എടുക്കുക. നിങ്ങൾ ഒരെണ്ണം അടിച്ച് നോക്കിയതിന് ശേഷം അളവിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇവിടെയും ആദ്യം 1.5 ഇഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് വെച്ചിട്ടാണ് ഡിസ്റ്റൻസ് എടുക്കുന്നത് കേട്ടോ. ആണെങ്കിൽ 2 പ്ലീറ്റ്സ് മതിയെങ്കിൽ അങ്ങനെ മതി. ഇവിടെ 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ച് മാറ്റി വെക്കണം. സൈഡിൽ അടിക്കാനാണ്. അപ്പോൾ സ്റ്റിച്ചിങ് പ്രോസസ്സ് തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെലൈക്കൺ വരും. ആ ബെലൈക്കണിൽ പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. പിന്നെ അവിടെ ഒരു ട്രയാങ്കിൾ സിമ്പിൾ കാണുന്നില്ലേ, മറിച്ചിട്ട സിമ്പിൾ കാണുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ നോക്കിയാൽ പ്രീവിയസ് വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ മാസ്കാണ്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലീറ്റ്സിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒരടി അടിച്ചു കൊടുക്കുക. 2 സൈഡിലും അടിച്ചു കൊടുക്കുക. കാരണം ആദ്യം അത് അവിടെ ഒരേപോലെ നിൽക്കണം. ബേസിക് സ്റ്റിച്ചിങ് അറിയണവർക്കൊക്കെ മാസ്ക് തുന്നി നോക്കാട്ടോ. കാരണം ഇപ്പം മിക്കവരും മാസ്ക് അടിച്ച് നോക്കുന്നുണ്ട് വീട്ടിൽ തന്നെ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ, നമ്മളേതായാലും സ്റ്റിച്ചിങ് അറിയണവരൊക്കെ ഉണ്ടാവും വീട്ടിൽ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ തയ്പ്പിച്ച് നോക്കുക. അതേപോലെ ഇപ്പോൾ ഈ വൈറ്റ് കളർ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുപോലെ ഗ്രീന് വേണമെന്ന് പല കളറിലും അടിക്കുന്നുണ്ട്. ലൈറ്റ് കളേഴ്സാണ് ഏറ്റവും നല്ലത്. അതുപോലെ പ്ലീറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്ലീറ്റ്സ് ആക്കാം കേട്ടോ. അളവിൽ മാറ്റങ്ങൾ വരുത്തി 2 പ്ലീറ്റ്സ് ആക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 3 പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി പ്ലീറ്റ്സ് അടിക്കാത്ത മറ്റു ഭാഗങ്ങളില്ലേ, അത് ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക. 2 അറ്റങ്ങളും ഒന്ന് മടക്കി അടിക്കുക. നമ്മുടെ മൂക്കിൻ്റെയും പിന്നെ നമ്മളെ ആടിയുടെ താഴ്ഭാഗത്തും വരുന്ന ഭാഗം ഒന്ന് മടക്കി അടിക്കുക.
1 ഇഞ്ച് വീതിയിൽ ചെറിയ കഷ്ണം മുറിച്ചെടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അത് ഈ പ്ലീറ്റ്സ് അടിച്ചതിൻ്റെ ഭാഗത്ത് വെച്ചിട്ട്, കാരണം ആ സ്റ്റിച്ച് പുറത്തേക്ക് അറിയാതിരിക്കാനാണ് നമ്മളത് ഒരു തവണ ഇങ്ങനെ വെച്ചടിച്ചിട്ട് അത് അപ്പുറത്തേക്ക് മറിച്ചടിക്കും. ഇതിപ്പോൾ ഇങ്ങനെ പുറമേ, അതായത് നല്ല പുറം വെച്ചടിച്ചിട്ട് ഇതിനപ്പുറത്തേക്ക് മറിച്ച് മടക്കി അടിക്കും. ഇത് അതിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. ഇതുപോലെ കറക്റ്റ് സൈഡിലേക്ക് അത് മറിച്ച് വെക്കുക. എന്നിട്ട് അവിടെ കറക്റ്റ് അളവിനുള്ള വെട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ജസ്റ്റ് ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് മടക്കി ഒന്നും കൂടെ പ്രസ് ചെയ്ത് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കും. അപ്പോൾ അത് നല്ല വൃത്തിയിൽ അവിടെ നിൽക്കും. അപ്പോൾ ഈ സൈഡ് സ്റ്റിച്ച് കണ്ടപ്പോൾ ഏകദേശം രൂപം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ മറിച്ചടിക്കണ ഒരു വിധം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. വീട്ടിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരെണ്ണം ട്രയൽ അടിച്ച് നോക്കുക, നന്നായിട്ട് തന്നെ അടിച്ച് നോക്കുക. അപ്പോൾ അത് ശരിയായിട്ട് വരും. ഇതാകുമ്പോൾ റീയൂസ് ചെയ്യാം, വീണ്ടും കഴുകി ഉപയോഗിക്കാം. അപ്പോൾ ദേ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് വെക്കണം. ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് 8 ഇഞ്ച് എണ്ണാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാണെന്ന്. നമ്മൾ തലയുടെ ബാക്കിൽ കൂടെ എടുത്തിട്ടിടുന്ന മോഡലാണ്. അപ്പോൾ 8 ഇഞ്ച് എലാസ്റ്റിക് തന്നെ വേണം. 8 ഇഞ്ചാണ് വീതി. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു എലാസ്റ്റിക് 8 ഇഞ്ചിൻ്റെ ഒരു എലാസ്റ്റിക് ഒരു ഭാഗത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വിടാൻ ചാൻസ് ഉണ്ടാവരുത്. നന്നായിട്ട് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ അതിൻ്റെ നേരെ താഴെയായിട്ട് മറ്റേ എലാസ്റ്റിക്കും കൂടി വെക്കാം. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നമ്മൾ വലിച്ചിടുമ്പോൾ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച എലാസ്റ്റിക്കിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിച്ച് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഇട്ട് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ഏത് ടൈപ്പ് മാസ്ക് ആണെന്നുള്ളത്. കണ്ടോ, ഇങ്ങനെ ബാക്കിലേക്ക് എത്തുന്ന പോലത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. വേണമെങ്കിൽ എലാസ്റ്റിക്കിൻ്റെ അളവൊന്ന് കുറക്കാം. 8 ഇഞ്ച് വേണമെങ്കിൽ ഒരു 7 ഇഞ്ച് എടുക്കുക. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, അളവിൽ മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് അടിക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു സെക്കൻഡ് ടൈപ്പിന് അഡൾട്ട്സിലുള്ള മാസ്കിനാണെങ്കിൽ ഒരു 5 ഇഞ്ച് എടുത്താൽ മതി എലാസ്റ്റിക്. ഓക്കെ, 5 ഇഞ്ച് എടുത്താൽ മതി. 5 അല്ല, വേണമെങ്കിൽ ഒരു 4.5 എടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ ടൈറ്റായിട്ട് നിന്നോളും. കൂടുതൽ പേരും ഈ ഒരു ടൈപ്പ് മാസ്കാണ് യൂസ് ചെയ്ത് കാണുന്നത്. ഫസ്റ്റ് ടൈപ്പ് മാസ്കും കുറേ പേരൊക്കെ യൂസ് ചെയ്ത് കാണുന്നത്. പക്ഷെ കൂടുതൽ പേരും ഈ ഒരു ചെവിമേൽക്ക് കൊളത്തിൻ്റെ ടൈപ്പാണ് കാണുന്നത്. ഈ ഒരു എലാസ്റ്റിക് ഇങ്ങനെ ആവുമ്പോൾ എലാസ്റ്റിക് കുറച്ചെടുത്താൽ മതി. ആദ്യം കാണിച്ച മെത്തേഡിന് എലാസ്റ്റിക് ഇത്തിരി അധികം വേണം. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു എലാസ്റ്റിക് നമ്മൾ ഒരു ഭാഗത്ത് വെച്ച് അടിച്ചിട്ട് നേരെ അതിൻ്റെ താഴേക്കാണ് അടിക്കുക. അടിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് തന്നെ കുട്ടികൾക്കുള്ള അളവും സെയിം അടിച്ചെടുക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും മാസ്കുകൾ നിങ്ങൾ അടിച്ച് വീട്ടിൽ വെക്കുക. അത്യാവശ്യ ഘട്ടങ്ങളും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു.